ഇന്ന് നമ്മുടെ കൂടെയുള്ളത് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരുപാട് അറിവും എക്സ്പീരിയൻസും ഉള്ള നമ്മുടെ സാവൻ സാറാണ്. നമ്മളെല്ലാവരും ഒരു സംശയമാണ്, ഇദ്ദേഹം ഈ MIT പോലുള്ള ഈ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിന്നും എന്തുകൊണ്ട് ഫിറ്റ്നസ് മേഖലയിലോട്ട് തിരിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ആളോട് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാൻ, സാർ എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഫിറ്റ്നസ് സെക്ടർ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് അതിലൊരു സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയത്? ഓക്കെ, എഡ്യൂക്കേഷൻ മേഖലേൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഫിറ്റ്നസ് മേഖലയിന് പിന്നെ കണ്ടിട്ടുള്ളത്. സത്യസന്ധമായിട്ട് അതിനൊരു ആൻസർ പറയുകയാണെങ്കിൽ ഈ ഒരു ഫിറ്റ്നസ് മേഖലയിൽ വലിയ ബൂമിങ് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ ആഫ്റ്റർ കോവിഡിന് ശേഷം വന്ന ഇത്രയും ഫിറ്റ്നസ് സെന്ററുകൾ, പിന്നെ ഹെൽത്ത് ക്ലബ്ബുകൾ, ജിമ്മുകൾ, ഇത്തരം സ്ഥലങ്ങൾ. അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ കൂടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് കൂടുതലായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളതും, ഈ മേഖലയിലേക്ക് വരുന്ന ആളുകളെ ട്രെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള നല്ല പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ഉണ്ടാവണം. നമ്മൾ ഇതിൻ്റെ ഒരു പിന്നെ മാർക്കറ്റ് സ്റ്റഡിയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു സാധനം, ഇതിൽ അങ്ങനെ ഒരു പ്രൊഫഷണലിസം ഇല്ല എന്നല്ല, ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ മീൻസ് മെജോറിറ്റി അറിവുള്ള ആളുകൾ മീൻസ് കുറവാണ്. എക്സാക്ട്ലി. പണ്ട് കുറേ പേര് ജിമ്മിന് പോയി, ആ ജിമ്മിന് പോയി ഒരു 2 വർഷം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാൾ പിന്നെ ട്രെയിനറാണ്. സത്യ കാര്യം. ഞാനൊക്കെ ജിമ്മിന് പോയ സമയത്ത് എങ്ങനെയായിരുന്നു, എൻ്റെ ഒക്കെ ആശ എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ ഒരു സാധാ ഒരു ജിമ്മിലാണ് പോയി തുടങ്ങിയത്. അന്നൊക്കെ എൻ്റെ ആശ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, അന്നൊക്കെ ആൾക്കാരെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിംഗ് ആയിരുന്നു. അതെ അതെ അതെ, കുറച്ച് ബോഡിയുള്ള ആൾക്കാരായി കഴിഞ്ഞാൽ അവിടുത്തെ ആശനായി, അല്ലെങ്കിൽ അവിടുത്തെ ഇൻസ്ട്രക്ടറായി. അതാണ് അന്നത്തെ കൺസെപ്റ്റ്. അപ്പോൾ എൻ്റെ അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര മാസം, അതായത് ഇതിന്റെ ഡ്യൂറേഷൻ എത്ര മാസമാണോ അതോ വർഷമാണോ, എങ്ങനെയാണ് ഇതിന്റെ കാര്യം? അങ്ങനെയല്ല, ഇതിന് ഇപ്പം നമ്മൾ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മീൻസ് 3 മാസമാണ്. ഇതിന്റെ മീൻസ് തിയറിറ്റിക്കലും പ്രാക്ടിക്കലും കൂടിയാണ്. 3 months കൊണ്ട് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അടുത്ത ഒരു 1 month കൊണ്ട് എക്സാംസും കംപ്ലീറ്റ് ചെയ്യും. അതായത് ടോട്ടൽ 4 മാസം കൊണ്ട് ഈ കോഴ്സ് നമ്മൾ മീൻസ് കംപ്ലീറ്റ് ചെയ്യും. 4 മാസം കൊണ്ട് നമുക്ക് ഫിറ്റ്നസ് ട്രെയിനറായി മാറാൻ പറ്റും. 100% നമ്മളത്, അതായത് 100% ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പക്കാ ഇതിന്റെ ഈ ഒരു മീൻസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ ഡെവലപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇന്നിപ്പോ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ല ഒരു 1 hourന് ശേഷം ഉണ്ടാവുന്നത്. കാരണം ഇങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഒരു സാധനം മാത്രം നമ്മൾ മീൻസ് അഷ്യൂരിറ്റി ഉണ്ടായിരിക്കും. നമ്മളെടുത്ത് കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി എന്തായാലും ഒരു നോളജ് ഗൈ ആയിരിക്കും 100%. ഒരു വെറുതെ ഒരു ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതല്ല നമ്മളെ ഒരു സാധനം. ഒരു നോളജ് ഉള്ള ഒരു പ്രൊഫഷണൽ ട്രെയിനർ തന്നെ ആയിരിക്കും അയാൾ എന്തായാലും. മറ്റിനി എന്തൊക്കെ മീൻസ് പോരായ്മകൾ പറഞ്ഞാലും ഞങ്ങളൊരു സ്റ്റുഡൻറ്റ് ഒരു പബ്ലിക്കിൻ്റെ അടുത്തേക്ക് ഒരു മീൻസ് വേസ്റ്റ് ആയിരിക്കില്ല. ഓക്കെ, ഞാൻ ആദ്യം ഒരു ജിമ്മിൽ പോയ സമയത്ത് എന്ന് വെച്ചാൽ അത് സാധാ ഒരു ജിം, നമ്മളെ നാട്ടുമ്പുറത്തുള്ള സാധാ ഒരു ജിമ്മാണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിനർ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളെന്താ വെച്ചാൽ അവിടെ വരുന്നവർക്കും എല്ലാവർക്കും ഒരു ബോഡി ബിൽഡിംഗ് ടെക്നിക്കാണ് എല്ലാവരും പറഞ്ഞു കൊടുക്കുക. അവിടെ വരുന്ന എല്ലാവർക്കും ഇപ്പോൾ മസിൽ ലോസ്, നമുക്ക് ഫാറ്റ് ലോസിലുള്ളവരായാലും ശരി, അതുപോലെ വെയിറ്റ് ലോസ്, അവരെ ഫിറ്റ്നസ് ഗോൾ എന്തോ ആയിക്കോട്ടെ, അവിടെ വരുന്ന എല്ലാവർക്കും ബോഡി ബിൽഡിംഗ് മാത്രമേ അവർ ചെയ്തു കൊടുക്കൂ. ഒരേ പാറ്റേൺ. അതെ. അപ്പോൾ അവിടുന്ന് കണ്ട് എനിക്ക് മാറാൻ തോന്നി. ഞാനും എൻ്റെ ബ്രദറും പിന്നെ അവിടുന്ന് മാറി. പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ, സ്വന്തം നാട്ടിൽ എൻ്റെ ഒരു ജിമ്മിൽ പോയി ചേർന്ന് അവിടെ പോയപ്പോഴാണ് എനിക്ക് എക്സാക്ട്ലി എന്താണ് സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ അല്ലെങ്കിൽ സർട്ടിഫൈഡ് ട്രെയിനറുടെ എന്താണ് ഗുണം, എന്താണ് ആളുടെ ക്വാളിറ്റി എന്താന്ന് മനസ്സിലായത്. എക്സാക്ട്ലി നമുക്ക് വേണ്ട എന്തോ അത് മാത്രമേ അവർ നമുക്ക് തരുള്ളൂ. അതാണ് എനിക്ക് ഞാൻ ആ ഫീൽഡിലേക്ക് കടന്നപ്പോൾ എനിക്ക് തന്നെ ഒരു ചേഞ്ച് മനസ്സിലായത്. ഞാൻ അതായത് ഈ എക്സ്പീരിയൻസിന്റെ പുറത്ത് ട്രെയിനേഴ്സ് ആരും ഞാൻ കുറ്റം പറയുന്നില്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കുണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഇല്ല, അതിലൊരു കുഴപ്പമില്ല. ഇത് സത്യസന്ധമായ ഒരു ആൻസർ തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള മെയിൻ റീസൺ. അതായത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ പണ്ട് കാലത്തിലെ ആശാൻ എന്നല്ലേ പറയാം, അത്തരം ആളുകൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത വെൽ നോളജ് ആയിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ആ ആൾക്കാരല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതല്ലാതെ ഇത് വെറും ഒരു ജോലിയാണ് എന്ന് മാത്രം വിശ്വസിച്ചിട്ട് ഇതിന്റെ എത്താൻ പോകുന്ന സാധ്യതകളെ കുറിച്ചിട്ടോ അതിൽ വരുന്ന അപ്ഡേഷൻസിനെ കുറിച്ചിട്ടോ ഒന്നും നോക്കാതെ വെറുതെ എല്ലാവരും സാധനം ചെയ്യുന്നുണ്ട്. ഞാനും ഒരു ജിമ്മ് നടത്തുന്നുണ്ട്, ആ രീതിയിലുള്ള ആളുകളല്ലാതെ ഇതിനകത്ത് ഇനി ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് വരാൻ ഇഷ്ടംപോലെ. പണ്ട് കാലത്ത് ഒരു കാറ്റഗറി ആളുകൾ മാത്രമേ ഈ ഒരു ഫീൽഡിലേക്ക് ഉള്ളായിരുന്നു അല്ലെ. ഒരു എന്താ പറയാ, ഒരു മറ്റൊരു ജോബും സാധനങ്ങളും നോക്കാതെ ഇതിന്റെ മാത്രം പിന്നാലെ പോകണം. പണ്ട് ആളുകൾ പിന്നെ ഇത്തരം ആളുകളെ തമാശയാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് ആ കാലഘട്ടം മാറി. ഒരു നല്ലൊരു മീൻസ് ബോഡി ബിൽഡറെ കാണുമ്പോൾ
ആളുകൾക്ക് പിന്നെ തമാശയാക്കാൻ തോന്നുന്ന അയാൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അയാൾ ഈ ഫീൽഡിന് വേണ്ടി എത്രത്തോളം കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, അയാൾ ആഗ്രഹങ്ങൾ അയാൾ ഒഴിവാക്കിയിട്ട് നിൽക്കുക. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയതല്ല അല്ലെ. അതൊക്കെ ചെയ്ത് വന്ന ആളുകളെയാണ് ഇവർ തമാശയാക്കുന്നത്. പക്ഷെ അവർക്കൊക്കെ എന്താ വെച്ചാൽ ഇത് എങ്ങനെ ഇനി കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണം എന്ന് അറിയില്ല. ഇത് എവിടെ പോയാലാണ് ഈ കോഴ്സ് ചെയ്യാൻ പറ്റുക? അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആർക്കും ആഗ്രഹം ഉണ്ട്, അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉള്ള ആളുകളുണ്ട് ഇതിൽ. പക്ഷെ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത് പ്രോപ്പറായിട്ട് ക്ലാസ് കൊടുക്കത്തില്ല. പിന്നെ വലിയ ഫീസാ വാങ്ങുക. പിന്നെ ഇതിൽ വരുന്ന മിക്ക ആളുകളും, ഞാൻ അങ്ങനെ ആരെയും ഒരു ചെറുതാക്കിയും വലുതാക്കിയും പറയല്ല, ഫിനാൻഷ്യലി അത്ര ഫണ്ട് ഇല്ലാത്ത ആളുകളും ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ അവരെ കഴിയുന്ന എന്തെങ്കിലും അവരെങ്ങനെയൊക്കെയോ പാവം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഈ ഒരു ഫീസായിരിക്കും ബാക്കിയുള്ള ആളുകൾ ഇത് പക്ക ചൂഷണം ചെയ്യുന്നതാണ് ഇതിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്, നമ്മളൊരു സ്റ്റുഡൻറ്റിനോട് ആദ്യം തന്നെ പറയുന്നത്, നമ്മളെ ഒരു ഫ്രീ ട്രയൽ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കൂ. നമ്മളെ ക്ലാസ്സിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ കണ്ടതിൻ്റെ ശേഷം മാത്രം ജോയിൻ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ വെറുതെ നിങ്ങൾ ഫീസ് അടച്ചോളൂ, മറ്റേ നിങ്ങളെ ഇതാക്കി തരാം, ഒന്നും ആക്കി തരാം എന്നുള്ള ഒരു ഗ്യാരണ്ടി നമ്മൾ പറയും. നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു എൻക്വയറി നമുക്ക് പിന്നെ മീൻസ് ചെയ്താൽ ഞങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ സാമ്പിൾ കോപ്പി നിങ്ങൾക്ക് ആദ്യം അയച്ചു തരും. നിങ്ങൾക്ക് കണ്ട് ഉറപ്പ് വരുത്താം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതല്ലായിരുന്നു നിങ്ങൾ ഓഫർ ചെയ്തത്, മറ്റേതായിരുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യപ്പെടില്ല. ഇതേപോലെ ഫീസ് എത്രയാണ് ചെയ്യുന്നത്, ഫീസിൻ്റെ അകത്ത് ഏത് ലെവൽ നിങ്ങൾക്ക് ഒരു സിംഗിൾ പേയ്മെൻറ്റ് അടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര എമൗണ്ട്, ഇതല്ല നിങ്ങൾ മീൻസ് EMI അടക്കുകയാണെങ്കിൽ ഇത്ര എമൗണ്ട്, ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളെയും നമ്മളെയും കൂടി ഒരു സേഫ് സോണിൽ കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം ഒരു പക്ക ഒരു പ്രൊഫഷണൽ രീതി തന്നെയാണ് നമ്മളിതിൽ. ഞങ്ങളെക്കാട്ടും ഇഷ്ടംപോലെ പ്രൊഫഷണൽസ് ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഞങ്ങളെ രീതി ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ സർട്ടിഫൈഡ് ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ വേണം? ആർക്കൊക്കെ ഈ ട്രെയിനർ ആവാം? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് പിന്നെ 10th ആണ് വരുന്നത്. ഇതില് മെയിൻ സാധനം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു പിന്നെ 10th മാത്രമേ ഉള്ളൂ, എന്ത് ജോബ് കിട്ടും, എന്ത് ജോബിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തമാശയ്ക്ക് ഇപ്പൊ പറയുന്ന പോലെ പിന്നെ ഒരു SLC ഗുസ്തി മാത്രമുള്ള ഒരാൾക്ക് എവിടെയാണ് പിന്നെ മീൻസ് ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ള അതിനൊക്കെയുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രി. കാരണം നിങ്ങൾക്ക് എത്ര ഏൺ ചെയ്യണമെന്ന് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യണത്. നിങ്ങളുടെ മീൻസ് ഇത് ചെയ്യാൻ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ജിമ്മിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ജിമ്മിന്റെ ഓണർ ഉണ്ടാവും എന്നല്ലാതെ ഒരു പേഴ്സണൽ ട്രെയിനർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളൊരു ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പേയ്മെന്റ് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എത്ര ഫീസ് എനിക്ക് വേണം, അതിനൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടാവണം. അല്ലാതെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയാം, അല്ലാതെ ഇപ്പോൾ ഒരു എങ്ങനെയെങ്കിലും ഒരു കോഴ്സ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി എന്ന് വിചാരിച്ചിട്ടൊന്നും ഒരിക്കലും ഒരു പ്രൊഫഷണൽ ആവുന്നില്ല. പേരിന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അത് അടുത്ത് ചോദിക്കാൻ തന്നെ, നമുക്കൊരു 3 മാസം കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ആവും? ഒരിക്കലും സർട്ടിഫൈഡ് ആവും, പേരിന്റെ കൂടെ വെക്കാം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ. 1-2 മാസം ചിലപ്പം എന്താ പറയാ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെന്ററിൽ വെച്ചെങ്കിലായി. അവർക്ക് മനസ്സിലാവും ഇയാളെ കയ്യിൽ വെറുതെ എവിടുന്നോ കാശ് കൊടുത്ത് വാങ്ങിയ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ നല്ല മീൻസ് നോളജ് ഉള്ള എത്രയോ ആളുകളുണ്ട്. പക്ഷെ അവർക്ക് സംഭവിച്ചു പോകുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഇന്റേണൽ ഓർഗൻസ് എന്താന്നുള്ളതും നമ്മുടെ മീൻസ് ബോഡി അനാട്ടമി എന്താന്നുള്ളതും ഇതൊന്നും ഇവർക്ക് അറിയില്ല. അത് അവരൊരു കംപ്ലൈന്റ് അല്ല, അവരതിൻ്റെ ഒരു തിയററ്റിക്കൽ പാർട്ട് അവർക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ അതൊരു ക്ലാസ് പോയാൽ തന്നെയല്ലേ കിട്ടുള്ളൂ. അല്ല ബാക്കിയുള്ളതൊക്കെ നമ്മളിപ്പോൾ എന്തൊക്കെ ആർഗ്യുമെന്റിന് പറയാൻ പറ്റും, ഞാൻ 10 കൊല്ലം പോയതാണ്, നീ കണ്ടതിനേക്കാളും മുന്നേ ഞാൻ ജിമ്മ് കണ്ടിട്ടുണ്ട്, നമ്മൾ പലതും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ എന്റെ ശരീരവും നിങ്ങളുടെ ശരീരവും രണ്ടും രണ്ടാ അല്ലെ. എന്റെ ഓർഗൻസും നിങ്ങളുടെ ഓർഗൻസും ഒക്കെ ഓർഗൻസ് ഒന്നല്ലേ. എല്ലാവർക്കും ഹാർട്ട് ഉണ്ട്, മീൻസ് കിഡ്നി ഉണ്ട്, ഇതല്ലല്ലോ. ഓരോരുത്തരുടെയും എൻ്റർലി ഡിഫറെന്റ് അല്ലേ. അപ്പൊ അതിന്റെ ഓരോ എന്താണ് നമ്മൾ ഇന്റേണൽ ഓർഗൻസിന്റെ അത് സംഭവിക്കുന്നത്. നമ്മൾ ഓരോ വർക്കൗട്ട് ചെയ്യിക്കുമ്പോൾ ഈ ഇഞ്ചുറീസ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ ഭാഗത്ത് എന്ത് സംഭവിച്ചു, പിന്നെ ആ ചെസ്റ്റിന്റെ ഏരിയ ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് കാണാവുന്നൊന്നുമില്ല. ഇതെന്താ സംഭവിക്കാന്നുള്ളത് മീൻസ് തിയറിറ്റിക്കലി പഠിച്ചാൽ തന്നെ പറ്റുള്ളൂ. ഇനി അതിന് എന്തൊക്കെ നെഗറ്റീവ്സ് ആൾക്കാർ പറഞ്ഞാലും ശരി, ഇതിന്റെ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്റേണൽ സംഭവിക്കുന്ന കാര്യങ്ങളും എന്തൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം. ഡെവലപ്മെന്റ് ഉണ്ടായില്ലെങ്കിലും വേണ്ടില്ല, മറ്റൊരാളെ ബോഡി നമ്മൾ കാരണം നമ്മളെ അറിവില്ലായ്മ കൊണ്ട് എന്തിനാ അത് നശിപ്പിക്കുന്നത്. അതാണ് നമ്മൾ മെയിൻലി പറയുന്നത്. ഇപ്പം നമുക്ക് എത്രയോ എൻക്വയറീസ് ഉണ്ട്, പിന്നെ ക്ലാസ്സിനൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പറയുന്ന ഫീസ് തരാം. നമ്മൾ ആദ്യം പറഞ്ഞ ആ പരിപാടി ഇല്ല.
കാരണം അതിന് കാരണം ക്യാഷ് ഉണ്ട് ആളുകളുടെ കയ്യിൽ. ഇപ്പോൾ അബ്രോഡ് പോകണം, അവിടെ ജസ്റ്റ് പിന്നെ സർട്ടിഫിക്കറ്റ് അതൊക്കെ അവരെ അറിവില്ലായ്മയാ. അവിടെ ഒന്ന് പോയിട്ട് അങ്ങനെ ആക്കെ ഉള്ളിലായി പോകും ഇവിടെയൊക്കെ. കാരണം നമ്മളെ നാട്ടിലാണ് പിന്നും വലിയ പ്രശ്നമില്ലാതെ ഇതൊന്നും വലിയ ഇനി അതായിക്കൊണ്ടിരിക്കുക കേട്ടോ. വളരെയധികം ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രീനെ വളരെയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇതിലുള്ള ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇപ്പൊ നമ്മൾ അതിലേക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ വലിയ ആർഗ്യുമെന്റ് ആയി പോകും. അപ്പോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം ഈ ഒരു മേഖലയിലുള്ള വലിയ സാധ്യതകൾ കണ്ടിട്ടും പിന്നെ ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റും കൂടിയാണ്. ഞങ്ങൾ ഭയങ്കര സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ട് ആളുകൾ എന്നല്ല പറഞ്ഞത്. പക്ഷെ എന്തായാലും ഞങ്ങളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന കോഴ്സ് വളരെ വൃത്തിക്കായിരിക്കും. ഞങ്ങളുടെ അടുത്ത് ഇറങ്ങുന്ന ഓരോ സ്റ്റുഡൻറ്റും സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ തന്നെയായിരിക്കും. കാരണം അതിനുള്ള ക്ലാസ് കൊടുക്കുന്നതും വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. ഡോക്ടർ പിന്നെ ജയശ്രീ മേഡം, ഡോക്ടർ ഹാരിസ്, ഇത്തരം ഒരുപാട് ആളുകൾ തന്നെയാണ് നമ്മുടെ അടുത്ത്. നമ്മളെ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്. ഞങ്ങൾക്ക് പ്രാക്ടിക്കലി സാറ്റർഡേ പിന്നെ സൺഡേസ് ഇവിടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈവിലൂടെ നമ്മൾ ചെയ്യണം. ഈവൻ അബ്രോഡൊക്കെ ഉള്ള ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ലൈവ് പിന്നെ അവർ നാട്ടിൽ വരുമ്പോൾ നമ്മളെ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യും. പിന്നെ വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾ ഇതിലേക്ക് ആഡ് ഓൺ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി പിന്നെ കെൻ ജോബ് എന്ന് പറഞ്ഞിട്ട് ഒരു മീൻസ് ജോബ് പോർട്ടൽ ഞങ്ങൾ തന്നെ കൊണ്ടുവന്നു, ഫ്രീ ഓഫ് കോസ്റ്റാ. കെൻ ജോബ് എന്താ എനിക്ക് മനസ്സിലായില്ല. എന്താണ് കെൻ ജോബ്? എന്താണ് സംഭവം? കെൻ ജോബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നടത്തുന്നുണ്ട്, പലരും നടത്തുന്നുണ്ട്. ഇത് കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ പണ്ട് പിന്നെ ബിടെക് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മൾ ചുറ്റും ഉണ്ട് എന്ന് പറഞ്ഞ പിന്നെ തമാശാക്കൽ തരും. അതേ സീന് തന്നെയാണ് ഇവിടെയും. ഇപ്പോഴും ഒരുപാട് ആളുകൾ കോഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എവിടെയാണ് വേക്കൻസി ഉള്ളതെന്ന് അവർക്ക് അറിയില്ല, എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നറിയില്ല. അപ്പൊ അതിന് നമ്മൾ കണ്ട ഒരു സിംഗിൾ വിൻഡോ എന്നുള്ള രീതിയിൽ മീൻസ് കെൻ ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബ് ഓപ്ഷൻ, അതായത് മീൻസ് കെൻസോന്റെ തന്നെ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് കെൻ ജോബ് എന്ന് അതിനിട്ടത്. അത് ഞങ്ങളെ മീൻസ് കെൻസോ അക്കാദമി എന്ന് പറഞ്ഞ ഞങ്ങളുടെ വെബ്സൈറ്റ് കൂടെ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ അതിൽ അപ്ലോഡ് ചെയ്യും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇതുണ്ട്, ഫിറ്റ്നസ് സെന്റർ ഉണ്ട്. അപ്പൊ നിങ്ങൾ നമ്മളെ അറിയിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു പിന്നെ 2 ഫീമെയിൽ ട്രെയിനേഴ്സിന് വേണം, മെയിൽ ട്രെയിനറെ ആവശ്യമുണ്ട്, ഇതൊക്കെ ആവശ്യമുണ്ട്. നിങ്ങൾ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്യും. ഇത് ഈ ഫിറ്റ്നസ് ഫീൽഡിൽ ഞങ്ങളെ സ്റ്റുഡൻറ്റ് നല്ലട്ടോ, വേൾഡിൽ എവിടെയുമുള്ള ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രീനോട് താല്പര്യമുള്ള ഏതൊരാൾക്കും ഈ വെബ്സൈറ്റിൽ നോക്കിയിട്ട് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ തന്നെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് മീൻസ് വേക്കൻസി ഉണ്ട് അതിൽ കണ്ടു. ഒരു കമ്മീഷനും ഇല്ല, ഞങ്ങൾക്ക് അതൊരു ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല അതില്. ഞങ്ങൾ ഒരു മിഡിൽ മാന്റെ ഒരു പോസ്റ്റും ഞങ്ങൾ എടുക്കുന്നില്ല. ഒരു കോഴ്സ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് സപ്പോർട്ട് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തുടങ്ങിയത് കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസിനല്ല, ഈ ഇൻഡസ്ട്രിയിലോടുള്ള സപ്പോർട്ട്. അത് ശരി. അപ്പൊ ഈ കെൻസോയിൽ പഠിച്ചവർക്ക് മാത്രമല്ല, വേക്കൻസീസ് എല്ലാവർക്കും പബ്ലിക്കലി ഔട്ട് ചെയ്യാം. ശരി, അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്. അതായത് എവിടെയൊക്കെ വേക്കൻസി ഉണ്ടോ, നിങ്ങൾക്കൊരു ഫിറ്റ്നസ് സെന്റർ ഉണ്ട്, അപ്പൊ നിങ്ങളെ ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ ഞങ്ങളായിട്ട് ഒരു ബന്ധം ഉള്ളതാവില്ല, നിങ്ങൾക്ക് വേക്കൻസീസ് ഞങ്ങൾ അതിൽ ഔട്ട് ചെയ്യും. ഇപ്പൊ ഞങ്ങളെ സ്റ്റുഡൻസിനും കാണാൻ പറ്റും, മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസിനും അത് നോക്കാൻ പറ്റും. ഈ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് നോക്കാൻ പറ്റും. ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ജിമ്മിൽ പോയ ഒരു വർക്കൗട്ട് ചെയ്യാൻ പോകണം എന്നുള്ളവനും ഇത് നോക്കിയിട്ട് കാണാൻ പറ്റും. ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് വേണമെങ്കിലും അവർക്ക് കാണാം. അവരെ ജിമ്മിന്റെ നെയിമും ലൊക്കേഷനും കോൺടാക്ട് നമ്പറും ഒക്കെ നമ്മൾ അതിലിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലേനെ മാക്സിമം നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള സാധനങ്ങളാണുള്ളത്. പിന്നെ ഇതേപോലെ വേറൊരു സാധനമാണ് ഞങ്ങൾക്കുള്ള പിന്നെ അലുമിനി ഉണ്ട്. ഇപ്പം ഞങ്ങളെടുത്ത് ഫസ്റ്റ് ബാച്ചിൽ വന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇപ്പം ഞങ്ങളെ 8ാമത്തെ ബാച്ചാണ് ഇപ്പോൾ പിന്നെ ഓൺ ഗോയിങ്. ഓരോ ബാച്ചിലും 40 പോലും സ്റ്റുഡൻസ് ഉണ്ട്. ഈ ഫസ്റ്റ് ബാച്ചിൽ വന്ന സ്റ്റുഡൻറ്റ് സാധാരണ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എൻ്റെ അറിവിൽ അങ്ങനെയാണ്, കോഴ്സ് കഴിഞ്ഞ് പോയി പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ അപ്സ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും പേയ്മെന്റ് അടച്ചിട്ട് വേറെ ചെയ്യുകയൊക്കെയാണ് ചെയ്യുക. വേറെ കോഴ്സ് ചെയ്യണമെങ്കിൽ ഓക്കെ ആസ് യൂഷ്വൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് അവർക്ക് ഇപ്പോൾ ഒന്ന് അബ്രോഡ് പോകണം, അവർക്ക് ഇന്ന ഒരു ടോപ്പിക്കിൽ കുറച്ചും കൂടി ഒരു പിന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു, അന്നത്തെ ആ ഒരു ക്ലാസ്സിന്റെ കണക്ഷൻ വിട്ടുപോയി. നമ്മളെ ബാച്ച് ഓൺ ഗോയിങ് ആണ്. ആ ബാച്ചിലേക്ക് ആ ടോപ്പിക്കിൻ്റെലേക്ക് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ അവരെ എൻട്രി ചെയ്യും. ആ സ്റ്റുഡന്റിന് വീണ്ടും ഒന്നും കൂടി പിന്നെ അപ്സ്കിൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. അതിനർത്ഥം അവർക്ക് വീണ്ടും ഒരു ഫ്രീ ആയിട്ട് കോഴ്സ് കൊടുക്കുക എന്നുള്ളതല്ല, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അവർക്ക് ഒന്നും കൂടി ഒന്ന് പിന്നെ മീൻസ് റിഫ്രഷ് ചെയ്തെടുക്കണം, ഒന്ന് പൊടി തട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാത്തിനും ഫീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഒരു തവണ അവർ നമ്മുടെ അടുത്ത് ഫീസ് അടച്ചു വന്നു പോയ ഒരാളല്ലേ, നമ്മുടെ സ്റ്റുഡൻറ്റും കൂടിയാണത്. അപ്പോൾ അവർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ
ഈ ഒരു മീൻസ് കെൻസോ അക്കാദമി എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു ഉണ്ടായത് അവർ കാരണം തന്നെയാണ്. അവരാണ് ഞങ്ങളെ മെയിൻ പില്ലേഴ്സ്. അത് ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് അത് ഞങ്ങളൊരു ഔദാര്യം ഒന്നല്ല കേട്ടോ. ആ സ്റ്റുഡൻസിന് ഞങ്ങൾ ഓഫർ ചെയ്ത് തന്നെയാണത്. അതിനിപ്പോ ഏത് സമയത്തും ഈ അക്കാദമി ഉള്ളിടത്തോളം കാലം നമ്മൾ ഏതൊരു സ്റ്റുഡന്റിന് വേണമെങ്കിലും ഒന്ന് അപ്സ്കിൽ ചെയ്യാൻ ഒരു 1 വീക്ക് ക്ലാസ്സോ അല്ലെങ്കിൽ ആ ടോപ്പിക്കിന്റെ ക്ലാസ്സിലേക്കോ നമ്മളത് ഫ്രീ ഓഫ് കോസ്റ്റ്ലി എൻട്രി ചെയ്യും. അത് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡേ ബൈ ഡേ ഞങ്ങളത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളൊരു പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഈവൻ സ്കെൽറ്റനും എല്ലാ സംഗതികളും അതുപോലെ അപ്ഡേറ്റഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇനിയും ഞങ്ങളത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മീൻസ് ഞങ്ങളൊരു സ്റ്റാറ്റസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ ജോലി സാധ്യതകളാണ് ഉള്ളത്? ജോലി സാധ്യത എന്നതിലുപരി ഇപ്പൊ നമ്മൾ ഈ ഒരു മീൻസ് കോഴ്സ് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ഇതിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എന്നുള്ളതും കൂടി ഇതിന് വലിയൊരു നമ്മൾ പറഞ്ഞു. വെറും ആ സർട്ടിഫിക്കറ്റ് മാത്രമല്ല എന്ന് പറഞ്ഞു. എന്നാലും സർട്ടിഫിക്കറ്റ് വേണ്ടടുത്ത് സർട്ടിഫിക്കറ്റ് തന്നെ വേണം അല്ലെ? അപ്പോൾ നമ്മൾ ഇതിൽ മീൻസ് പ്രൊവൈഡ് ചെയ്യുന്ന 5 സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇതിൽ ഇറപ്സ് ലെവൽ 4 ഉണ്ട്, സ്കിൽ ഇന്ത്യയുടെ മീൻസ് ഇതുണ്ട്, മീൻസ് ലെവൽ 4 തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ FSSAI കൗൺസിൽ ചെയ്യുന്നുണ്ട്, പിന്നെ CPR AD ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ തന്നെ അഡ്വാൻസ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ഒരു സർട്ടിഫിക്കറ്റും ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 5 സർട്ടിഫിക്കറ്റ്സുകളാണ് നമ്മൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇറപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ജോബിന്റെ സാധ്യത എന്നാണ്. ഈ അബ്രോഡ് ഒക്കെ പോകുന്ന സമയങ്ങളിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ UAE മീൻസ് ഖത്തർ ഇത്തരം സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഇറപ്സിന്റെ അക്രഡിറ്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീൻസ് UAE ആണെങ്കിൽ UAE റബ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സർട്ടിഫിക്കറ്റ്സ് മീൻസ് ഇത് ചെയ്യാൻ പറ്റും, മീൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അവിടുത്തെ ഒരു നോമിനൽ എമൗണ്ട് അടിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ മാത്രമേ അബ്രോഡൊക്കെ ഉള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫിറ്റ്നസ് സെന്ററുകൾ നിങ്ങൾ എടുക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ പണ്ട് ഞാനൊരു ആശാന്റെ അടുത്ത് പോയിരുന്നു, അവിടെ 5 കൊല്ലം ഉണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞാൽ അവരെടുക്കത്തില്ല. ഒക്കെ സംഗതി ഒക്കെ നിങ്ങളെ കൊണ്ട് പിന്നെ സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താലും പിന്നെ അവരെടുക്കത്തില്ല. നിങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ച് നോക്കി നിങ്ങൾക്ക് നോളജ് ഉണ്ടോ എന്നും കൂടി അവർ നോക്കുന്നുണ്ട്. അപ്പൊ ഈ 2 സാധനങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോമിസ് ചെയ്യുന്നത്. ഒന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, സെക്കൻഡ് ഈ കോഴ്സിനെ കുറിച്ചിട്ട് എന്തായാലും ഒരു മോശമല്ലാത്ത ലെവലിലുള്ള ഒരു അവയർനെസ്സും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടേ നിങ്ങളെ ഇറക്കുള്ളൂ ഇവിടുന്ന്. അത്രയാണ് ഞങ്ങൾ മീൻസ് പ്രോമിസ് ചെയ്യുന്നത്. ആ പ്രോമിസ് ഞങ്ങൾ ചെയ്യും. വേ ടു ഫിറ്റ്നസ് കരിയർ, അതാണ് ഞങ്ങൾ ടാഗ് ലൈൻ തന്നെ. വേ ടു ഫിറ്റ്നസ് കരിയർ, ഫിറ്റ്നസ് കരിയറിലേക്കുള്ള ഒരു വേ തന്നെ ആയിരിക്കും ഇത്. താങ്ക് യു.